അങ്ങനെ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയോ? എന്നാൽ അതിനെപ്പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തൊപ്പിയിലെ തൂവൽ പോലെയാണ്. അതിന് പല പല ശാഖകളുണ്ടാവും. അതുപോലെയാണ് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. പല പല ശാഖകളിലായി നിങ്ങളുടെ കരിയർ ഉയർന്നുകൊണ്ടിരിക്കും. ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി നിങ്ങൾ തീർച്ചയായും അന്വേഷിച്ചിരിക്കണം. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, വിശാലമായ ക്ലാസ് മുറികളുണ്ടോ? ക്ലാസ് മുറികളൊക്കെ ഹൈടെക് ആണോ? അതുപോലെ തന്നെ നല്ല ലാബുകൾ, നല്ല ഓഡിറ്റോറിയങ്ങൾ, മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ നല്ല ക്യാമ്പസ് ആണോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. നല്ലൊരു ക്യാമ്പസിൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിച്ച് ആനന്ദകരമായി പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പഠിക്കാൻ പോകുന്നിടം നിങ്ങൾക്ക് പൂർണ്ണമായി ഹാപ്പിനെസ് തരുന്നൊരു സ്ഥലമായിരിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ്, അവിടുത്തെ കോഴ്സുകളെപ്പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നല്ല ഗുണനിലവാരത്തിലാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മുന്നേ മനസ്സിലാക്കണം. ഇതിനായി നിങ്ങൾക്ക് അവിടുത്തെ സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ സൂപ്പർ സീനിയേഴ്സിനെയോ ഹെൽപ്പ് തേടാം. സ്റ്റുഡൻസുമായി ടീച്ചർ ഇടപഴകുന്ന രീതി എങ്ങനെയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഫാക്കൽറ്റി എന്നാണ് ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ആത്മാവാണ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന നിയമങ്ങളെപ്പറ്റി അറിയുക എന്നുള്ളത്. നിങ്ങളുടെ പഠനശേഷം നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് ആ ഒരു കോളേജ് തരുന്നുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് സീനിയേഴ്സിന് ഹെൽപ്പ് തേടാം. ഇനി അടുത്തൊരു പ്രധാന കാര്യമാണ് കോളേജ് ഇരിക്കുന്ന സ്ഥലം. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഹബിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോഴുള്ള കാലഘട്ടം ഇൻ്റർനെറ്റ് യുഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോളേജിനെ പറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ.